ഒരാൾ ഒരു വീട്ടിലേക്ക് വന്നാൽ വീട്ടിൽ വന്നിട്ട് വാതിൽ മുട്ടുകയോ വാതിൽ തുറക്കാൻ പറയുകയോ ചെയ്താൽ അവരെ സ്വീകരിക്കുമ്പോൾ കുപ്പായം ഇട്ടിട്ടല്ലാതെ നബിതങ്ങൾ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. നമുക്കത് വേണ്ടതാണ്. നമ്മുടെ മലയാളികൾക്ക് മാത്രമുണ്ട് അതില്ലാത്തൊരു സ്വഭാവം. ഈ തുറന്നിട്ട് എന്തെങ്കിലും കാണിച്ചുകൊണ്ട് ഒരു അതിഥിയെ സ്വീകരിക്കുക അത് പാടില്ല, അത് നല്ലതല്ല. അള്ളാഹുവിൻ്റെ റസൂല് ഒരിക്കലും അങ്ങനെ ഒരു അതിഥിയെ സ്വീകരിച്ചിട്ടില്ല. വരുന്നത് കാണുമ്പോൾ ഉടനെ കുപ്പായം എടുത്തിട്ട് അവിടുത്തെ തലയെക്കെട്ടും കെട്ടി അവിടുത്തെ ലിബാസിൽ വന്നിട്ടാണ് വരുന്നവരെ സ്വീകരിക്കാറുള്ളത്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വരുമ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചയച്ച കാര്യം പൂർണ്ണമായി വിജയിച്ചു എന്നതിൽ ഉള്ള സന്തോഷത്തിൽ സെയ്ദ് ബിൻ ഹാരിസത്തിനെ സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് വാതിലിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ശരീരത്തിൽ കുപ്പായമില്ല, ഒരു ചെറിയ ചാല് ചുമലിലിട്ടത് മാത്രമാണ് ഉള്ളത്. അത്രയും ധൃതിയിൽ ഞാൻ ഒരു പ്രാവശ്യവും അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായ ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. ബിലാലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിൻ്റെ ശറഹിൽ പറഞ്ഞു, ആലിമീങ്ങളായാലും അല്ലാത്തവരായാലും ഒരതിഥിയെ സ്വീകരിക്കുമ്പോൾ വെറും ഒരു കന്ന് കൂട്ടാൻ പോകുന്ന മാതിരി ഒരു തോർത്തുകൊണ്ട് കൊടുത്തിട്ട് ഒരാളെ സ്വീകരിക്കാൻ പാടില്ല. ഒരാളെ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാന്യതയോട് യോജിച്ച നിരക്ക് നമ്മൾ വസ്ത്രം ധരിക്കണം, എന്നിട്ട് സ്വീകരിക്കാൻ പാടുള്ളൂ. വാതിലിന് മുട്ടിയാൽ അപ്പോൾ ഉടനെ എടുത്ത് അത് ഇന്നും അറബ് രാജ്യത്ത് പോയാൽ നമുക്ക് കാണാം. ആരെങ്കിലും ബെല്ലടിച്ചാൽ ഉടനെ അകത്ത് പോയി കുപ്പായം എടുത്തിട്ട് തലയിൽ ഇടുന്ന തട്ടവ് എടുത്തിട്ട് മാത്രമേ അറബികൾ ഈ അതിഥിയെ സ്വീകരിക്കുകയുള്ളൂ. അതാണ് അതിഥിയെ സ്വീകരിക്കുന്ന മര്യാദ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഇത്രയും ആവേശത്തോടു കൂടി കുപ്പായം കൂടി എടുക്കാതെ ചുമലിലുള്ള ഒരു തട്ടവും വലിച്ചുകൊണ്ട് പോയത് ഈ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പോൾ നല്ല ഒരു കാര്യം ചെയ്യുന്ന വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കലും അവരെ സ്വീകരിക്കലും ശറഇൽ വേണ്ടപ്പെട്ടതാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്കിതുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫൽ ഫൈസി, ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് നല്ല സുഖമുണ്ടായിട്ടല്ല, എന്നാലും അദ്ദേഹത്തോടുള്ള സ്നേഹവും അദ്ദേഹത്തിൻ്റെമായുള്ള മാനസികമായ പൊരുത്തവും ബന്ധവും ആലോചിച്ചിട്ടാണ് ഈ പരിപാടിക്ക് വന്നിട്ടുള്ളത്. മഹാനവറുകൾ ഈ മഹല്ലത്തിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം ഇവിടെയുള്ള എല്ലാ കാര്യത്തിലും നേരത്തെ നമ്മൾ രണ്ടത്താണി പറഞ്ഞതുപോലെ ഇവിടുത്തെ മദ്രസയിലും പള്ളിയിലും മറ്റ് പൊതുവായ എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ടുകൊണ്ട് അതെല്ലാം ഉള്ളതോടുകൂടി കൊണ്ടോട്ടിയിലെ ബുഖാരി വളരെ നല്ല അച്ചടക്കത്തിൽ അത് നടത്തിക്കൊണ്ടു പോവുകയും
അതിനാവശ്യമായ സാമ്പത്തികമായ വരുമാനങ്ങൾ ഉണ്ടാക്കുകയും അവരെ കുട്ടികളെ പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന അങ്ങനെ ഒരു സജീവ പ്രവർത്തകൻ എന്ന നിലക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹമാണ് ഞാൻ ഇന്നിവിടെ വരാൻ തന്നെ കാരണം. അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിലും നമ്മുടെ പ്രദേശത്തും ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടാൻ ആവശ്യമുണ്ടെങ്കിൽ ഇടപെടുകയും നല്ല കാര്യങ്ങളെ നിർവഹിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഒരണുവളവോളം അതിന് വീഴ്ച കാണിക്കാതെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തന രംഗത്ത് ജമിയത്തുൽ മുഅല്ലിമീനും അതുപോലെ ജമിയത്തുൽ ഉലമയും വിദ്യാഭ്യാസ ബോർഡും ഇങ്ങനെ തുടങ്ങി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ആവശ്യമായ എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിലൊക്കെ ഭാഗമാക്കുകയും ചെയ്യുന്ന മഹൽ വ്യക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും നമുക്കും ഒരുപാട് കാലം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖും ദീർഘായുസ്സും അല്ലാഹു നൽകുമാറാകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാവരോടും പറയാനുള്ളത്, നാം എന്ത് തന്നെ ആയാലും മരിക്കുന്ന സമയത്ത് കാമിലായ മോമിനായി മരിക്കാൻ നാം എല്ലാവരും ഉത്സാഹിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു റഈസു സാഹിദീൻ എന്നറിയപ്പെട്ട ആളാണ്. അവർ നാട് വിട്ടു പോകാൻ പല കാരണങ്ങളും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഒരു കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കണ്ടത്, ബൽഹ എന്ന സ്ഥലത്തുള്ള ചക്രവർത്തിയായി രാജാവായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ അദ്ദേഹം കിടക്കുന്ന കട്ടിൽ, അതിൻ്റെ മുകളിലുള്ള കിടക്ക, അതെല്ലാം സ്പ്രിങ്ങിൻ്റെ കട്ടിലും കിടക്കുകയുമായിരുന്നു. ഉദ്ദേശിക്കുന്നത് പോലെ പൊക്കാനും താഴ്ത്താനും എല്ലാം കഴിയുന്ന ഒരു കട്ടിൽ. അതിൻ്റെ മുകളിൽ കിടക്കകൾ ഒന്നിനു മേലെ മറ്റൊന്നായി അട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. 4 ഭാഗത്തും തലയാണകൾ വെക്കും. അങ്ങനെയുള്ള മഹാനവറുകൾ വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോൾ വീട് അടിച്ചു വാരുന്ന ഒരു ദാസൻ, ഒരടിമ, താക്കോലെടുത്ത് എല്ലാം തുറന്ന് രാജാവ് വരുമ്പോഴേക്ക് റൂം എല്ലാം തട്ടി, പൊടിയൊക്കെ തട്ടി നന്നാക്കി വെക്കണം എന്ന് ഉദ്ദേശിച്ച് കടന്ന് റൂമൊക്കെ നന്നാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിനൊന്ന് തോന്നി, എൻ്റെ രാജാവ് വരുന്നതിന് മുമ്പ് ഒരല്പസമയം ഈ കട്ടിൽ മരിയൊന്ന് ആടി നോക്കിയാലെന്ന് എനിക്ക് പറ്റൂലേ എന്ന് ഈ അടിമക്ക് തോന്നി. അവൻ ആ കട്ടിലിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി. അങ്ങനെ രാജാവ് വന്ന് റൂം തുറന്ന് നോക്കുമ്പോൾ അവിടുത്തെ റൂമുകളൊക്കെ വൃത്തിയാക്കുന്ന ഈ അടിമ രാജാവിൻ്റെ കട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഇത് കണ്ട ഉടനെ ദേഷ്യപ്പിടിച്ച് ഒരൊറ്റ അടി വെച്ചിട്ട് കൈകൊണ്ട് ഈ അടിമ എഴുന്നേറ്റ് ഓടി പുറത്തൊക്കെ കടന്നിട്ട്
രാജാവ് കട്ടിൽമേൽ കയറി ഇരിക്കുമ്പോൾ പുറത്ത് അങ്ങനെ ചുരുക്കിയ അടികൊണ്ട് കരയല്ലേ, അതല്ല ഇവനിങ്ങനെ ചിരിക്കുക. അപ്പോൾ രാജാവ് ചോദിച്ചിടോ, നീ അന്യായമായി എൻ്റെ റൂമിൽ കിടന്ന് ഇരിക്കുകയും ഇപ്പോൾ നീ എന്നെ പരിഹസിച്ചുകൊണ്ട് ചിരിക്കുകയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, പരിഹസിച്ചിരിക്കുകയല്ല, ഞാൻ നിങ്ങളെയും എൻ്റെയും ഒരു കാര്യം ആലോചിച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് തലയണ വെച്ച് തരാനും കിടക്ക വെച്ച് തരാനും ചെരുപ്പെടുത്ത് വെച്ച് തരാനും അലക്കിത്തരാനും എല്ലാം ആളുകളുണ്ട്. എന്നാൽ അതൊന്നുമില്ലാത്ത ഒരു ഘട്ടവും ഖബറിലേക്ക് നമ്മൾ പോകുമ്പോൾ, പ്രിയപ്പെട്ട രാജാവേ, നിങ്ങൾ എന്താണ് ചെയ്യുക, ഞാൻ എന്താണ് ചെയ്യുക? ഇത്രയും സുഖിക്കുന്ന നിങ്ങൾ ഖബറിലാരാണ് നിങ്ങൾക്ക് കിടക്ക വെച്ച് തരാനുള്ളത്? ആരാണ് അവിടെ തലയണ വെച്ച് തരാനുള്ളത്? ആരാണ് നിങ്ങൾക്ക് വീശിത്തരാനുള്ളത്? ആരുമുണ്ടാകില്ല. അങ്ങനെ ഒറ്റപ്പെടുത്ത ആ ഖബറിൽ നമ്മളെ സ്ഥിതി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ രാജാവ് നേരത്തെ തന്നെ നല്ല ഒരു ആബിദും അള്ളാഹുവിനെ പേടിയുള്ള ആളുമായിരുന്നു. ഈ ചോദ്യം കേട്ടപ്പോൾ ചിന്തിച്ചു പോയി, പടത്തവനെ, ഈ അടിമ പറയുന്നത് ശരിയാണല്ലോ. ഞാൻ ഖബറിലേക്ക് ചെല്ലുമ്പോൾ എന്നെ ആരാണ് സ്വീകരിക്കാനുണ്ടാവുക? സ്വാലിഹായ അമൽ ഉണ്ടെങ്കിൽ അല്ലാതെ മറ്റൊന്നും രക്ഷപ്പെടുകയില്ലല്ലോ എന്ന് ആലോചിച്ചു. എന്ന് മാത്രമല്ല, ഈ ദുനിയാവ് തന്നെ എനിക്കിനി വേണ്ട എന്ന് തീരുമാനിച്ച് അവൾ റൂമിൽ ഇറങ്ങിയിട്ട് എല്ലാ റൂമിൻ്റെയും താക്കോലുകൾ ഒന്നായിട്ട് ഒരുമിച്ച് കൂട്ടി ചുമരുമേൽ കൊളുത്തിയിട്ടിട്ട് മൂപ്പരും കറങ്ങാണ്. തറക്തുൽ ഹൽക ദുർറൻ ഫീ റിവാക വഅയ്തംതുൽ ഇയാല ലികൈ അറാക. അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹ്, ഞാൻ എല്ലാവരെയും യതീമുകളാക്കി ഇതാ പോവുകയാണ്, എല്ലാ സൃഷ്ടികളെയും ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം റളിയല്ലാഹു അൻഹു പോയി എന്നാണ് ഒരു ചരിത്രത്തിൽ കാണുന്നത്. അതുപോലെ എല്ലാവരും പോകണമെന്നോ കാട് കയറണമെന്നോ അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് നാം എല്ലാവരും മരിക്കുന്ന സമയത്ത് ഈ ഇമാം സലാമത്തായി മരിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യം വിഷമായി പോകും. അതുകൊണ്ട് അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്ത്, പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഈമാൻ സലാമത്താക്കി തരണം എന്ന് എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടായാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ അൽ ഫൈസി അവർക്കും അദ്ദേഹത്തിൻ്റെ ഈ പരിപാടി സംഘടിപ്പിച്ച പ്രവർത്തകന്മാർക്കും ഈ നാട്ടുകാർക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഈമാൻ ഏറ്റിത്തരുമാറാകട്ടെ, ഹിദായത്ത് ഏറ്റിത്തരുമാറാകട്ടെ. അർഹമർ റഹീമായ അല്ലാഹ് ഞങ്ങൾക്കെല്ലാവർക്കും ഈമാനും തഖ്വയും ഏറ്റിത്തരണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് തരണമുള്ള എപ്പോഴും ഞങ്ങൾ ജീവിക്കൽ ദീനുൽ ഇസ്ലാമിന് ഖൈറാവുന്ന കാലത്തോളം നീ ഞങ്ങളെ ജീവിപ്പിക്കുകയും അത് ഖൈറല്ലാതെ മൗത്ത് ഖൈറാവുന്ന സമയത്ത് ഈമാനോട് കൂടി മരിപ്പിക്കുകയും ചെയ്യണം റഹ്മാനെ. അല്ലാഹ്, ഞങ്ങളെ എല്ലാവരുടെയും ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങൾ ഉമ്മവാപ്പമാർ, കുടുംബങ്ങൾ എല്ലാം മരിച്ചു പോയവരുണ്ട്. ആ മരിച്ചു പോയവർക്കെല്ലാം അവരുടെ ഖബറിൽ നീ സന്തോഷം ചെയ്തു കൊടുക്കണേ അല്ലാഹ്. അവരെ എല്ലാവരെയും ഖബറിൽ ശിക്ഷിക്കാതെ അവർക്ക് മാപ്പ് കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബറിന് നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഈ നാട്ടുകാരായ ഈ ജനങ്ങളെല്ലാവരും
ഇവിടെ ഒരുമിച്ച് കൂടിയത് റഹ്മാനായ റബ്ബേ ഒരു ആലിമിനെ സ്വീകരിക്കാനാണ്. അല്ലാതെ എന്തെങ്കിലും നാടകം കാണാനോ മറ്റൊരു കളി കാണാനോ അല്ല, ഒരു ആലിമിനെ ബഹുമാനിക്കാൻ വേണ്ടിയാണ്. ആ കാരണം കൊണ്ട് തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങൾക്ക് തഖ്വനെ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ആഫിയത്തോടു കൂടി ആയുസ്സിനെ നീട്ടിത്തരണം റഹ്മാനെ. ആഖിബത്ത് നന്നായി മരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും പെടുത്തണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും ഉസ്താദുൽ അസാത്തിദായിരുന്ന ബഹുമാനപ്പെട്ട ബഹറുല്ലലും ഒക്കെ ജയന്തി കിട്ടിയ ഉസ്താദ്, അതുപോലെ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന വലിയ ആശിഖുർ റസൂലായ കൊണ്ടൂർ ഉസ്താദ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ, തിരൂരങ്ങാടി ബാപ്പ മുസ്ലിയാർ തുടങ്ങിയ ആശിഖുർ റസൂലുകളായ അവർക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ഭക്ഷണം തന്നും മറ്റ് പല വിധേനയും സഹായിച്ചവർക്കും പടത്തവനെ പ്രത്യേകിച്ച് ഞാൻ രോഗമായി കിടന്ന സമയത്ത് അത് ശിഫയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുള്ള എല്ലാ ആണുപെണ്ണുങ്ങൾക്കും നീ ഖൈറും ബർക്കത്തും ചെയ്യണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ പൊരുത്തം നൽകണേ അല്ലാ, നിൻ്റെ റഹ്മത്ത് നൽകണേ അല്ലാ. ഞങ്ങളെല്ലാ വിഷമത്തിലൊന്നും രക്ഷപ്പെടുത്തണം റഹ്മാനെ. ചെറിയ കുട്ടിക്ക് വരെ ഇപ്പോൾ വലിയ രോഗമുള്ളതായി, ക്യാൻസർ രോഗമുള്ളതായി, കിഡ്നി നഷ്ടപ്പെട്ടതായും ഒക്കെ പല ആളുകളും പറഞ്ഞു. പടച്ചവനെ, അതെല്ലാം മാറ്റാൻ നിനക്ക് കഴിവുണ്ടല്ലോ. അതുകൊണ്ട് നീ ആ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ, ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമേ, ഞങ്ങൾക്ക് ധാരാളമായി നിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ ആഫിയത്ത് തരണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും നീ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകരായി ജീവിപ്പിച്ച് അതേ നിലയിൽ തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരായി മലായിക്കത്ത് സ്വീകരിക്കുന്ന കൂട്ടത്തിൽപ്പെടുത്തി ഞങ്ങൾ നീ ഈമാൻ സലാമത്താക്കി മരിപ്പിക്കണം റഹ്മാനെ. ഞങ്ങൾ ഖബറിലേക്ക് ചെല്ലുന്ന സമയത്ത് ഞങ്ങളെ ബേജാറാക്കല്ലേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ ഖബറിൽ സന്തോഷം നൽകണേ അല്ലാ. ഈമാനും ഹിദായത്തും ഞങ്ങൾക്ക് ഏറ്റിത്തരണം അല്ലാ. ഞങ്ങളെ ഭാര്യമാരെയും മക്കളെയും ജ്യേഷ്ഠാനുജന്മാരെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളോട് പ്രിയം വെച്ച എല്ലാവരെയും നീ റസൂലുള്ളാഹിന്റെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على سيدنا محمد. الحمد لله الحمد لله. ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ ആവോളം ആശീർവാദവും സാന്നിധ്യവും അറിയിച്ച് ഈ മഹാസമ്മേളനത്തെ ആധികാരികമാക്കിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഈ ഉമ്മത്തിന് അവിടുത്തെ തണൽ ഒരുപാട് കാലം നീട്ടിത്തരുമാറാകട്ടെ. ആദർശത്തിലും നിലപാടിലും വിട്ടുവീഴ്ചയില്ലാതെ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ അനിഷേധ്യ ശബ്ദം ആദർശത്തിലും നിലപാടുകളിലും കൃത്യമായ ധാരയിലൂടെ മുന്നോട്ട് നീങ്ങി ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഇപ്പോഴും കാലത്തെ അതിജയിച്ച് മുന്നോട്ട് ചുവടുകൾ വെക്കുകയാണ്. ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഒരുപാട് കാലം ഈ ഉമ്മത്തിനെ നയിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രായവും ക്ഷീണവും എല്ലാം മറന്ന് ഈ നാടിൻ്റെ എല്ലാമായ പണ്ഡിത സാന്നിധ്യം തെന്നല ഉസ്താദ് അവർകളെ ആദരിക്കാനും ആശീർവദിക്കാനും സ്നേഹപ്രകാശനം നടത്താനും എത്തിച്ചേർന്ന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾക്ക് ഈ നാടിൻ്റെ ഹൃദയം നിറഞ്ഞ 1000 സന്തോഷങ്ങൾ. അല്ലാഹു തആല ആ പണ്ഡിത ജ്യോതിസിന്റെ തണൽ ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നീട്ടിത്തരുമാറാകട്ടെ.